എല്ലാവരുടെയും ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി? ഞങ്ങൾ ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോയതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ കോഴിക്കോട് SM സ്ട്രീറ്റിലുള്ള ഒയാസിസിലാണ് കേട്ടോ ഈ ഷോപ്പിങ്ങിന് പോയത്. അവിടെ കുറച്ച് നമുക്ക് റേറ്റൊക്കെ കുറച്ച് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നോർമലി സൺഡേയ്സ് ഒന്നും അവിടെ തുറക്കാറില്ല, പക്ഷേ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് കുറേ കടകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ തവണയും ഒരു 3-4 വർഷമായിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീം ക്രിബൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാറ്റാടിമാരോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒക്കെയാണ് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ തവണ വിചാരിച്ചു നമുക്കൊരു ക്രിസ്മസ് ട്രീ ആർട്ടിഫിഷ്യൽ ക്രിസ്മസ് ട്രീ വാങ്ങിച്ച് വെക്കാം, എന്നാൽ നമുക്ക് പിന്നെയും റീയൂസ് ചെയ്യാമല്ലോ എല്ലാ വർഷവും എന്ന് ഓർത്തിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ വാങ്ങിക്കുക ഒരു ഉദ്ദേശത്തിൽ നമ്മൾ പോയി. അത് കോഴിക്കോട് SM സ്ട്രീറ്റിൽ പോയി, അവിടെ ഒയാസിസിൽ പോയി. അപ്പോൾ അവിടെ കുറേ കടകളുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ് അവിടെ കാണാൻ, ഫുൾ ക്രിസ്മസ് വൈബാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. കണ്ടോ, പല തരത്തിലുള്ള ക്രിസ്മസ് ട്രീകളുണ്ട്. എല്ലാ ഐറ്റംസും ലൈറ്റും LED ഒക്കെ കണ്ടാൽ നമുക്ക് നമ്മൾ വണ്ടറടിച്ച് നിന്ന് പോകും. അടിപൊളിയാണ്. ഇതിപ്പം നമ്മൾ വാങ്ങിച്ചില്ലെങ്കിലും ഒന്ന് അവിടെ വരെ പോയി നോക്കുന്നത് നമുക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിച്ചു കേട്ടോ. ഡെക്കറേഷൻസിൻ്റെ ഐറ്റംസൊക്കെ നമുക്ക് കുറേയൊക്കെ വീട്ടിലുണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെയൊക്കെ. അപ്പോൾ നമ്മളതൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ക്രിസ്മസ് ട്രീയും സ്റ്റാറും അങ്ങനെയൊക്കെ വാങ്ങിച്ചുള്ളൂ. സ്റ്റാറൊക്കെ കേടായി. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ബൾബ് കുഞ്ഞു ഓൾറെഡി ബൾബ് അതിമുള്ള തന്നെ സ്റ്റാർ ഉണ്ടാവില്ല, അതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു രണ്ടിടത്ത് നമുക്ക് പേപ്പർ സ്റ്റാർ മതി, അതൊരു നൊസ്റ്റാൾജിയാണല്ലോ എപ്പോഴും. അങ്ങനെ നമ്മളൊരു 5 feet ഉള്ള ക്രിസ്മസ് ട്രീ ആട്ടോ വാങ്ങിച്ചേ. അത്യാവശ്യം തിക്കൊക്കെ ഉണ്ടായിരുന്നു. 5 feet എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടനും മോളും കൂടെ. അപ്പം ഇതിന് 450 രൂപ ആയത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി ലാഭമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഓൺലൈനിൽ നോക്കുകയാണെങ്കിലും കടയിൽ ഇവിടെ നമ്മുടെ നാട്ടിലെ കടയിലൊക്കെ ചോദിക്കുകയാണെങ്കിലും ഇത് ആ റേറ്റിന് കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് റേറ്റ്, ഇത് ലാഭമാണോ നഷ്ടം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് പറയാം കേട്ടോ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഇങ്ങനെ വിടർത്തി കൊടുക്കണം. ഇത് നമുക്ക് അതേപോലെ തന്നെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമുക്ക് അടുത്ത വർഷത്തേക്ക് ആ ബോക്സ് തന്നെ ഇട്ട് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ലുക്ക് കേട്ടോ. അപ്പോൾ ഏട്ടാ അതിൽ നമ്മളടുത്ത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു LED ഉണ്ട്. അത് നമ്മൾ നോർമൽ ലൈറ്റിലാണ് കേട്ടോ, പല കളറായിട്ടല്ല, നോർമൽ ലൈറ്റിലൊരു LED ബൾബ്. അതേട്ടാ അതിൻ്റെ ഉള്ളിൽ കുത്തി വെക്കുകയാണ്. മറ്റേ ലൈറ്റിൽ നമ്മളടുത്ത് നമ്മൾ കറണ്ടിൽ കുത്തി ചെയ്യുന്ന LED ബൾബ് ഉണ്ട്, പക്ഷെ അതിൽ ഭയങ്കര വിട്ടാണ് ഓരോ ബൾബും. വയറ് കുറേ ഉണ്ട്, ബൾബ് കുറവായിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നോർത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൽ നമ്മുടെ ക്രിസ്മസിൻ്റെ ഐറ്റംസൊക്കെ അവർ രണ്ടാളും കൂടെ തൂക്കുകയാണ്. ഞാനാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ തൂക്കി ഓരോ സാധനങ്ങളൊക്കെ, ഇതൊക്കെ കുറേ ഈ കഴിഞ്ഞ തവണ ഞങ്ങൾ വലിയ മരമാണ് ഉണ്ടാക്കി. അപ്പോൾ കുറേ ഐറ്റംസൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ക്രിബ് ഉണ്ടാക്കിയിട്ടില്ല, ക്രിബ് ഉണ്ടാക്കണം. ഈ വീഡിയോയിൽ ക്രിബ് ഇല്ല കേട്ടോ. ഞങ്ങളെ പഴയ വീഡിയോയിൽ ക്രിബ് ഉണ്ടായിരുന്നു. കുറച്ച് മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം, അതിൽ ക്രിബ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫുൾ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ സ്റ്റാർ കേട്ടോ. ഈ സ്റ്റാർ വൈറ്റ് സ്റ്റാറാണ്, പേപ്പർ സ്റ്റാർ ആട്ടോ നോർമൽ. അപ്പോൾ ഇതാ യാനിമോള് ഇത് കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ടോ അവൾക്ക്. ഇതിൻ്റെ ഉള്ളിലിടുന്ന ബൾബ് നമ്മൾ അവിടെ തന്നെ വാങ്ങിച്ചാട്ടോ 50 രൂപയ്ക്ക്. ഇതിങ്ങനെ LED മാറി കളർ മാറി കത്തിക്കൊണ്ടിരിക്കും. നല്ല അടിപൊളി സാധനമാണ്. ഇതാണത്തെ സ്റ്റാർ നല്ല ഇഷ്ടമായി എനിക്ക്. വൈറ്റാണ് വാങ്ങിച്ചേട്ടോ. അപ്പം ഞാൻ രാവിലെ കാണുമ്പോൾ നമുക്ക് അത്ര അട്രാക്ഷൻ ഒന്നുമില്ല, പക്ഷേ ലൈറ്റ് ഇട്ടാൽ നല്ല ഭംഗിയാട്ടോ. അങ്ങനെയൊക്കെയാണ് ക്രിസ്മസ് വിശേഷങ്ങൾ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? ഇപ്പം എല്ലാ ആഘോഷവും എല്ലാവരുടെയും അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയ ഒരു കാലം വളരെ മാറിപ്പോയൊരു സമയം കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുള്ളത് ഇതാണ്. ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീയിൽ ഡെക്കറേഷൻസും ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുള്ള